ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ജാനീസ് കിച്ചൻ. എൻ്റെ പുതിയ ചാനലാണ്. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇടിച്ചക്ക തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ചെറിയൊരു ഇടിച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ കണി വയ്ക്കാനായിട്ട് എടുത്ത ചക്കയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലിട്ടാൽ നമ്മുടെ അരക്ക് പെട്ടെന്ന് മാറിക്കിട്ടും. അതിനായിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എണ്ണ തടവുന്നതിനേക്കാളും വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുള്ള് കണക്കിരിക്കുന്ന ആ തൊലിയില്ലേ, ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു പീസിനെ 4-5 നമുക്ക് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്കറിൽ വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കുന്നുണ്ട്. വലുതായി പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മളത് വേവിച്ചതിന് ശേഷം നന്നായിട്ടിത് പൊടിച്ചെടുക്കുന്നുണ്ട്. എല്ലാ പീസുകളും നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇടിച്ചക്ക വേകാൻ ആവശ്യമായ വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ഗ്ലാസ് വെള്ളവും നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിക്കാം. കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ 3 വിസിലെല്ലാം വന്ന് തണുത്തിരിപ്പുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ ഇടിച്ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ആവശ്യമില്ല. ഇതിൻ്റെ വെള്ളം മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഇടിച്ചക്ക ഒന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരച്ചെടുക്കാൻ പാടില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അല്ലാതെ നമ്മുടെ തവിയുടെയൊക്കെ ആ ഒരു ഭാഗം കൊണ്ടൊന്ന് ഇടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 4 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അരപ്പിന് ആവശ്യമായ തേങ്ങ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ നല്ല ജീരകവും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ഇടിച്ചക്ക ഇതേപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു ഇതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഇടിച്ച് കൊടുത്തിട്ടുള്ളത്. നല്ലതുപോലെ വെന്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് പൊടിഞ്ഞ് വന്നോളും. ഇനി നമുക്ക് 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വറ്റൽമുളക് ഇട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഈ അരപ്പൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഇടിച്ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇടിച്ചക്ക ഉടച്ചു വെച്ചത് അതുകൂടി അങ്ങ് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ കടു വറുക്കുന്ന സമയത്ത്, താളിക്കുന്ന സമയത്ത് ഉഴുന്ന് പരിപ്പിടാൻ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. അതിട്ടാലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഇടിച്ചക്ക തോരൻ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തുടർന്നും അടുത്തുള്ള വീഡിയോയുമായി വരാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബായ്.